അപ്പോൾ ഗായ്സ് ഇതെങ്ങനെയുണ്ട് സംഭവം കിട്ടുമല്ലേ? നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് റൂമിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹാൻഡിൽ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ 2 റിവിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ 2 റിവിറ്റ് എടുക്കുക. റിവിറ്റ് കറക്റ്റ് ഹാൻഡിലിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ബെൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യുക. അതിന് ശേഷം കുറച്ചും കൂടി ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു രൂപം കിട്ടും. അതേമാതിരി നമ്മൾ രണ്ടും ചെയ്യുക. നമ്മുടെ ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം സെല്ലോ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിക്കുക. അടുത്ത നമ്മൾ ബ്രേക്കാണ് സെറ്റ് ചെയ്യണത്. ബ്രേക്ക് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇങ്ങനൊരു കേബിൾ ടൈ എടുക്കുക. കേബിൾ ടൈ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ഒരു വിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഹാൻഡിലിൻ്റെ പോലെ തന്നെയുണ്ട്. ഇനി നമ്മളൊരു മിററും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം മിറർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ലെഗ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സംഭവം അവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലേക്കുള്ള 3 പിൻ സോക്കറ്റ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇലക്ട്രിക് വയർ കടത്തി വിടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു വശത്ത് നിന്ന് നമ്മൾ എടുത്താണ് ഈ ഭാഗം. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കണം. ഇനി നമുക്ക് ഈ ബൈക്കിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലോട്ട് നമ്മൾ വെട്ടി കൊടുക്കാൻ പോകണം. ഞാൻ നെക്സ്റ്റ് അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗം ഒഴിവാക്കാം. അപ്പോൾ നമ്മളെ ഈ സ്ലോട്ട് നമ്മൾ വെട്ടി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ബൈക്കിൻ്റെ ഏകദേശം ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പോലെ ആയിട്ടുണ്ട് നമുക്ക്. ഇനി ഇവിടെ നമുക്കൊരു സിൽവർ ഒരു ഭാഗം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ രൂപം കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തതാണ് പെപ്സി ക്യാനിന്. ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്കൂട്ടറിൻ്റെ സൈഡ് ഭാഗം ഇവിടെ വരയ്ക്കാൻ പോവാണ്. നമ്മുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ 2 കഷ്ണം നമുക്ക് വേണം. അപ്പോൾ ഇത് തന്നെ ഇവിടെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കണം. ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഒരു ഭാഗം ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വശം ബെൻഡ് ചെയ്തൊന്ന് സ്ട്രൈറ്റ് ചെയ്യുക. ഈ ഒരു വശം അപ്പോൾ ഒരു 90 ഡിഗ്രിയിലാക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിൽ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ വിട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊരു നമുക്ക് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമല്ലേ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനൊരു വിട്ട് ഉണ്ടാക്കാൻ പോവാണെങ്കിൽ അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ആ വിട്ടിൻ്റെ ഉള്ളിലൊരു സെറ്റായിട്ടിരിക്കാനാണ്. അപ്പോൾ നമ്മൾ എങ്ങാനും പ്രസ് ചെയ്യുമ്പോൾ ഞളങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ മെറ്റൽ വെച്ചിട്ട് കവർ ചെയ്യണം. ഈ ഒരു ഭാഗം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താലാണ് ഇതിൽ നമുക്ക് ഇതേപോലെ വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം നമുക്ക് മെറ്റൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഇത്ര വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ബൾജ് ചെയ്തിട്ടൊരു ഭാഗം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോർഷൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പെപ്സിയിലൊക്കെ ക്യാനില്ലേ, അതിൻ്റെ അടിഭാഗമാണ് എടുത്തേക്കണേ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഹാഫ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ 2 ആക്കിയിട്ട് കട്ട് ചെയ്തു. ഇതേപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ മഡ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഹാഫ് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ ഇതും നമ്മൾ ഹാഫ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. കേട്ടോ, ബൈക്കിൻ്റെ ആ ഒരു ബൾജ് ചെയ്ത ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ബേസ് ഇത്തിരി കട്ടിയിൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ക്യാൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ വേറൊരു ക്യാൻ്റെ എന്താ പറയുക ബോട്ടിലിൻ്റെ അടപ്പനാണ് എടുത്തേക്കണത്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം നമുക്കൊരു ബേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പീസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകണം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോകാം.
അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് ചെയ്ത് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായി. ഈ ഒരു വശത്ത് ഇതൊന്ന് ഒട്ടിച്ച് നമുക്ക് ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മഡ് ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് മഡ് ഗാർഡ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടയറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് 2 വാഷാണ് എടുത്തേക്കണേ. ആ വാഷ് 2 കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഡിസൈൻ ചെയ്യാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടയർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഈ മഡ് ഗാർഡിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ചെയ്യാം. പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട് ഈ ടയറിൻ്റെ ഉള്ളിൽ കുറേ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റെഡിയായി. ഈ വയർ വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തു. നമ്മളിതൊന്ന് വളച്ച് ഷേപ്പ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ട്യൂബാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത് ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി മഡ് ഗാർഡ് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് അതായത് മറ്റേ ലോക്ടൈറ്റ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വീല് ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഗ്ലൂ ഗണ്ണ് വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. അപ്പോൾ ഗ്ലൂ അത്യാവശ്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏകദേശം വെച്ച് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമുണ്ട്. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യാൻ പോണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീറ്റ് ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വശം ഫില്ല് ചെയ്യാൻ പോകണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീറ്റ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഗ്ലൂ വെച്ചിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങൾ റൗണ്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീല് ഇവിടെയാണല്ലോ വരാം അതിന് വേണ്ടിയിട്ട് കേട്ടോ. ബ്രേക്ക് ലൈറ്റ് ഉണ്ടാക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഇതൊരു ബാറ്ററിയുടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ അതാണ് കാണുന്നത്. ആ ഒരു കഷ്ണം എടുക്കുക, കാണാൻ പറ്റുള്ളത്. അതിനുശേഷം ഇത് നമ്മുടെ പെപ്സി ക്യാനിൽ റെഡ് കളറുള്ള ഒരു ഭാഗം എടുക്കുകയാണ്. ഇതന്നെ വേണമെന്നില്ല പേപ്പർ വെച്ചാലും മതി. ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആ ലൈറ്റിൻ്റെ അതേ ഷേപ്പ് നോക്കി. അപ്പോൾ നമ്മളെ ഈ ബ്രേക്ക് ലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു സീറ്റ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്പോഞ്ചാണ് എടുത്തേക്കണം. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ബ്ലാക്ക് കളർ അടിച്ചാലും മതി. പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മളിതിനെ 2 പീസാക്കാണ്. ഇതിന് നമ്മൾ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും കട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് സീറ്റ് ഒരു സിംഗിൾ സീറ്റ് ആയിരുന്നല്ലോ പണ്ട് കാലത്തൊക്കെ, അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കളയാണ്. നമ്മുടെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും നമുക്ക് റെഡിയായി. അപ്പോൾ പണ്ടത്തെ സ്കൂട്ടറുകൾക്ക് സീറ്റിൻ്റെ ബാക്കിൽ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പം ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാനാര സ്പ്രിങ് ആണ് കട്ട് ചെയ്തെടുത്താണ്. 2 കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്ത് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് 2 ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ബെൻഡായിട്ടൊരു ഭാഗം ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഷ്ണം കട്ട് ചെയ്തേക്കാണ്. ഇത് സിംഗിൾ കളർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ചെയ്യാണ്. ഒരു ജസ്റ്റ് ഒരു റോഡ് എടുത്തൊന്ന് ബെൻഡ് ചെയ്തേക്കാം. ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് റൈറ്റിലേക്ക് ആയിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡായിട്ട് കിട്ടും. അത് ഗ്ലൂ കൂടെ നമ്മൾ പറ്റിയിട്ടുണ്ട്, അത് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തണം.